കൊല്ലം കൊട്ടാരക്കരയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് കടത്തിയ ആളുടെ ദൃശ്യങ്ങൾ പുറത്ത്. വിലങ്ങറയിലെ തങ്കച്ചൻ എന്ന കർഷകന്റെ റബ്ബർ ഷീറ്റുകളാണ് ബൈക്കിലെത്തിയ ആൾ മോഷ്ടിച്ചു കൊണ്ടുപോയത്. മോഷ്ടാവിനെ പറ്റി വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി കൊട്ടാരക്കര പോലീസ് അറിയിച്ചു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ഞായറാഴ്ച ഒരു മണിയോടുകൂടിയാണ് ഈ മോഷണം നടന്നത്. നമ്മൾ പിറ്റേന്ന് രാവിലെ എണ്ണീറ്റിട്ട് എല്ലാവരും വന്ന് നോക്കിയപ്പോഴാണ് ഷീറ്റ് കാണുന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. ഏകദേശം ഞായറാഴ്ച വെളുപ്പിന് 2 മണിക്കാണ് മോഷണം നടന്നത്. ഇതിനെക്കുറിച്ചുള്ള ആളെക്കുറിച്ച് നമുക്ക് ഏകദേശം 80% നമുക്ക് പിടികിട്ടിട്ടുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പോലീസിലേക്ക് എത്തിച്ചേരും. ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? മോഷണത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഞായറാഴ്ച, അതായത് 4-ാം തീയതി പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടെയാണ് കൊല്ലം കൊട്ടാരക്കരയ്ക്ക് സമീപത്ത് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. ഒരു റബ്ബർ കർഷകനായിട്ടുള്ള വിലങ്ങറ സ്വദേശി തങ്കച്ചന്റെ സ്ഥലത്ത് നിന്നുമാണ് റബ്ബർ ഷീറ്റുകൾ മോഷണം പോയത്. നേരത്തെയൊക്കെ ചെറിയ രീതിയിൽ 1-2 ഷീറ്റുകളൊക്കെ മോഷണം പോകുന്നത് പതിവായിരുന്നു ആ മേഖലയിൽ നിന്നും. പക്ഷേ വലിയ ഒരു അളവിൽ റബ്ബർ ഷീറ്റ് മോഷണം പോയതോടുകൂടെയാണ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തുടങ്ങിയത്. ആ പരിശോധനയിലാണ് ഇവർക്കൊക്കെ പരിചയമുള്ള പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയതെന്ന് കണ്ടെത്തുകയും തുടർന്ന് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കർഷകർ വളരെ കഷ്ടപ്പെട്ട് ഇത്തരത്തിലുള്ള കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്ത റബ്ബർ ഷീറ്റ് ആക്കുന്നു. അത് കഴിയുമ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ആളുകളെ കണ്ടെത്തണമെന്ന് പറയുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു വീടിന് മുകളിൽ ഇത്തരത്തിൽ റബ്ബർ ഷീറ്റ് ഉണങ്ങാനിട്ടിരുന്നതിനെ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് കഴിഞ്ഞ ആഴ്ചയാണ് കൊട്ടാരക്കരയ്ക്ക് സമീപത്തെ ഒരു സ്ഥലത്ത് നടന്നത്. എന്തായാലും പോലീസ് കൃത്യമായിട്ട് അന്വേഷണം ആരംഭിക്കുകയും രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ ശക്തമാക്കണമെന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം കുറേ സമയം അവിടെ അയാൾ വന്ന് നിൽക്കുകയും വാഹനത്തിൽ തിരികെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുപോയ സ്ഥലങ്ങളിലൊന്നും തന്നെ പെട്രോളിങ്ങോ മറ്റോ കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നു.